ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും. എല്ലാത്തിനും പരാതി പറഞ്ഞ് നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. ഇന്നലെ വരെ എന്തു ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. അസാധ്യമായതിനെ സാധ്യമാക്കുന്നതാണ് നമ്മുടെ വിജയം. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. മറ്റുള്ളവരെക്കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നും ഏതവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, അത് നിങ്ങൾ ഇന്നത്തേക്ക് രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. തനിക്ക് വേദനിക്കുന്നത് പോലെ എല്ലാവർക്കും വേദനിക്കുമെന്ന് ചിന്ത ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടായാൽ ആരെയും സങ്കടപ്പെടുത്താനോ ദ്രോഹിക്കാനോ ഒരാൾക്കും തോന്നുകയില്ല. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മഫലത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മഫലം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് മാന്യമായി സഹകരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു മണ്ടനാണ് എന്നല്ല. പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ഉണ്ടെന്നാണ്. നിങ്ങളുടെ കഴിവും മൂല്യവും നിങ്ങൾക്കറിയില്ലെങ്കിൽ ആരും അത് നിങ്ങൾക്കായി കണക്കാക്കും എന്ന് പ്രതീക്ഷിക്കരുത്. അപമാനിച്ചവരെ കൊണ്ട് അഭിമാനം എന്ന് പറയിപ്പിക്കണം. അഹങ്കാരം എന്ന് പറഞ്ഞ് അടിച്ചമർത്തിയവർക്ക് മുമ്പിൽ അതിഗംഭീരമായി തല ഉയർത്തി നിന്ന് കാട്ടിക്കൊടുക്കണം. പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ബഹുമാനം, സമാധാനം, അറിവ്, സമയം, സ്നേഹം, സന്തോഷകരമായ കുടുംബം എന്നിവയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം ഒരു മരത്തിന് ചില്ലകൾ നഷ്ടപ്പെടുമ്പോൾ പുതിയവ തളിർക്കാറുണ്ട്. നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും. ഭാവന അറിവിനേക്കാൾ പ്രധാനമാണ്. അറിവ് പരിമിതമാണ്, അതേസമയം ഭാവന ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു, പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു, പരിണാമത്തിന് ജന്മം നൽകുന്നു. പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം, ജീവിതത്തിലൂടെയേ പഠിക്കാൻ പറ്റൂ. അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാനാകില്ല. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യനെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കുന്നത്. ഒരു സ്വപ്നം നിറവേറ്റാൻ സമയം എടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സമയം എന്തായാലും കടന്നു പോവും. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്.